സി ഈ പ്രപഞ്ചം ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചലനമില്ലാതെ എന്ത് വാക്കുപയോഗിച്ചാലും ഇത് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഇവിടെ ഉള്ളതാണ്. മനസ്സിലായോ? അപ്പം ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്. അപ്പം ആ വഴിയെ നമ്മൾ അറിയുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം നമ്മളൊരു വീടിൻ്റെ ഉള്ളിലിരുന്ന് ആ വീടിനെ പൂർണ്ണമായിട്ടും ആ വീട്ടുകാരുമായിട്ടും പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണത്തിലേ നമുക്ക് സമൂഹം എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും പല മതവിഭാഗത്തിലും ജാതിയിലും പല രാജ്യത്തിലുമാണ് ഇന്ന് ഓരോരുത്തരും ഇവിടെ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. കാരണം നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാം, കാരണം നിങ്ങളിപ്പോൾ ഒരു പ്രത്യേക മതത്തിലോ ജാതിയിലോ ആണെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്കുള്ള ഒരു ഭാഗത്തെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ അടിമയാക്കിയിട്ട് ഈ സമൂഹം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടിമത്തം പോലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ അടിമയായിരിക്കണവന് ഒരിക്കലും അത് അടിമത്തമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ട്രെയിനിങ് കൊടുത്തത് കൊണ്ട് തന്നെ ഇവരെല്ലാം ഒരു ചാവേറ് പോലെയാണ് പ്രവർത്തിക്കുക. അതായത് ഇവർ ശരിയല്ല എന്ന് പറയുമ്പം ഇവർ ശരിയല്ലാതായി പോവുകയും ആരാണോ ശരിയല്ല എന്ന് പറഞ്ഞത് അവർക്ക് നേരെ നടപടി എടുക്കാൻ ഇവർ റെഡി ആയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഇവരായിട്ട് ഉണ്ടാക്കിയ ശരിയെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന അവസ്ഥയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പൊട്ടനാണ്, തെണ്ടിയാണ്, അല്ലെങ്കിൽ വൃത്തികെട്ടവനാണെന്ന് പറയുമ്പം അതിനനുസരിച്ച് ഞാനായി പോകേണ്ട കാര്യമില്ലല്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടത് അങ്ങനെയാണെന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും വൃത്തികേട് എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നിലുണ്ടെങ്കിൽ അതിനെ സിമ്പിളായിട്ട് എടുത്ത് കളഞ്ഞാൽ പോരെ. ഇത് ആരെ ബോധിപ്പിക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രപഞ്ചം പ്രവർത്തിക്കാനുള്ള ഒരു കാരണമുണ്ട്. ആ കാരണത്തിന് നിങ്ങളെന്നോ ഞാനെന്നോ അമേരിക്കൻ പ്രസിഡൻ്റ് എന്നോ ത്വരീക്കത്തുകാരനെന്നോ അല്ലെങ്കിൽ ഹിന്ദു ആണെന്നോ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ രൂപപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മരണത്തെ മുന്നിൽ കാണുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നശിക്കും എന്നുള്ള ഒരു ഭാഗം, അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഭയം നിങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം പ്രപഞ്ചമായിട്ട് മൂവ് ചെയ്യിക്കുന്നുണ്ട്. ആ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ പറയുന്ന മതവും ജാതിയും ഒക്കെ നമ്മളിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇന്ന മതത്തിലാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഭർത്താവായിട്ട് നിൽക്കണം, ഞാൻ അച്ഛനായിട്ട് നിൽക്കണം, അമ്മയായിട്ട് നിൽക്കണം, ഇതിൻ്റെ അടുത്തേക്ക് വളരെ കുറഞ്ഞ രീതിയിൽ നമ്മളെ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ശരീരം പ്രവർത്തിക്കാനുള്ള കാരണം ഇതൊന്നുമല്ല. ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ചില ലേബലും ചില വ്യക്തിത്വങ്ങളും മാത്രമായിട്ട് നമ്മൾ നിലകൊള്ളുന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നതും ഈ പ്രശ്നം ഇത് ദൈവം തന്നതാണെന്ന് വിശ്വസിക്കേണ്ടി വരണം. മറിച്ച് അങ്ങനെ ഒരു ദൈവം, കാരണം ദൈവം ഉണ്ടെന്ന് പറയണവരൊന്ന് നോക്ക്. ഹിന്ദുക്കൾക്കൊരു ദൈവം, മുസ്ലിങ്ങൾക്കൊരു ദൈവം, അതെങ്ങനെ ദൈവത്തിലും വ്യത്യാസം വരുമോ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നിടത്ത്? അപ്പോൾ അത് നമ്മളെ മൈൻഡിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ദൈവത്തിന് വേണ്ടി അടിവെക്കണം മനുഷ്യന്മാർ. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പാടുപെടണം നമ്മൾ. എന്നിട്ട് നമ്മൾ വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും ഈ ദൈവമാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ഈ പ്രപഞ്ചത്തിലുള്ള ഈ ചലനങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അപ്പോൾ ആ ചലനത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളാണ്. അപ്പോൾ ഈ തീരുമാനങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് സംഭവിക്കും? ഈ സമയത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പെട്ടുപോകും. അതായത് ഇവിടെ ടൈമുണ്ട്, അല്ലെങ്കിൽ ആകാശമുണ്ട്, ഭൂമിയുണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരുപോലെ കൈകാര്യം ചെയ്യല്ല, അതിനെ ഒരുപോലെ അറിയണമെങ്കിൽ ഈ മൂന്നെണ്ണത്തിൻ്റെയും ആ ബാലൻസിൽ നമുക്ക് നിൽക്കാൻ പറ്റണം. ഓക്കെ, സോ ആ ബാലൻസ് എങ്ങനെയാണ് കിട്ടുക? ഞാൻ എന്താണെന്ന് ഞാൻ തീരുമാനിച്ച ഭാഗത്ത് നിന്ന് എനിക്ക് മാറാൻ സാധിച്ചാൽ മതി. അപ്പോൾ അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ആ മൂവ്മെൻറ്റുമായിട്ട് നിരന്തരം എനിക്ക് ചേർന്നിരിക്കാൻ പറ്റുമ്പം അവിടെ ഫ്രിക്ഷൻ ഇല്ല.
മറ്റേത് ഞാൻ ഷാഫിയാണ്, ഞാൻ മുസ്ലിമാണെന്ന് പറയുമ്പം ചില ആൾക്കാരുടെ കൺട്രോളിലാണ്, മനസ്സിലായ? ചില ആൾക്കാരുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ പറ്റി യാതൊരു ക്ലാരിറ്റിയും ഇല്ലാതെ രോഗികളായിട്ടിരിക്കുന്ന ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില സമൂഹത്തിൻ്റെ കൺട്രോളിൽ നമ്മളാവുള്ളൂ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഈ രോഗം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പരിശോധിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ചലനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്നത് മാത്രം ഒരു വ്യക്തി പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അയാളുടെ നടു വളയണ് അല്ലെങ്കിൽ നട്ടെല്ല് വളഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്? കാരണം ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥ നമുക്ക് മറ്റുള്ള നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ഉണ്ടാക്കി തന്നതാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ തലയിൽ വെയിറ്റ് കൂടും. നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണൂല, പക്ഷേ ഈ ശൂന്യമായ ആകാശത്തെ അനുഭവിക്കാനുള്ള കപ്പാസിറ്റി നമ്മളിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ ഈ തൊണ്ടയുടെ ഭാഗത്ത് ഇവിടെ ലോക്കാവും. തലയിലേക്കുള്ള ആ പ്രോപ്പർ അല്ലെങ്കിൽ ആ വണ്ണസ് അല്ലെങ്കിൽ ആ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥ അനുഭവിക്കണമെങ്കിൽ നമ്മളിതാ ഇവിടെ എത്തണം, ഈ മേലെ ഭാഗത്ത്. അതിന് ഇവിടെ ഉണ്ടാക്കപ്പെട്ട ഈ അവസ്ഥയിൽ നിന്ന് നമ്മളായിട്ട്, വേറെ ആരും പറഞ്ഞു തന്നിട്ടല്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ടോ ഈ ലോകത്തിൽ ആര് പറഞ്ഞത് കേട്ടിട്ടുമല്ല, ഞാൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ നിത്യമായിട്ട് അല്ലെങ്കിൽ നിത്യതയിലുള്ള ഒരവസ്ഥ നമ്മളിലുണ്ട് ഇല്ലേ? ഈ ഹൃദയം ഇടിക്കണ് അല്ലെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കണ്, ആ രാവും പകലും അല്ലെങ്കിൽ വെളിച്ചവും ഇരട്ടും കറുപ്പും വെള്ളയും എന്ത് വേണമെങ്കിലും ആ ഒരു ബൈനറി 0-1 എന്ത് വേണമെങ്കിലും എടുത്തോ ക്രൈറ്റീരിയ ആയിട്ട്, വേറെ ആരോടൊന്നും ചോദിക്കണ്ട, മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട്, അതായത് ഇപ്പം നമ്മൾ എക്സ്പാൻഷൻ, ശ്വാസം എടുക്കണ് ശ്വാസം പുറത്തേക്ക് പോകണ്, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഓപ്പൺ ക്ലോസ്, ഈ ഒരു അവസ്ഥ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ ഓപ്പൺ ക്ലോസ് അവസ്ഥ എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ ചലനം. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റാത്തത് നമ്മളിൽ ഈ പറയുന്ന മൂവ്മെൻറ്റിനനുസരിച്ച് നിൽക്കാതെ നമ്മളായിട്ട് ഉണ്ടാക്കിയ ചില മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ ഇന്നതാണെന്ന് പറയുന്നിടത്ത് അപ്പോൾ അവിടെ എന്താണ്, ആ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ പറ്റണില്ല. അപ്പോൾ ലഗേജ് കൂടുമ്പോൾ നമ്മുടെ നട്ടെല്ല് വളയും, നമ്മുടെ ശരീരത്തിൽ പ്രോബ്ലംസ് വരും. ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ ഇത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ രോഗം എന്താണെന്ന് അറിയാതെ ഒരു മനുഷ്യൻ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന രോഗത്തിന് മരുന്ന് മേടിക്കുമ്പം ഈ രോഗം എവിടെ നിന്നാണ് എൻ്റെ ശരീരത്തിൽ കയറിയതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നമ്മളുടെ ഡോക്ടർ നമ്മളെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ഇങ്ങനെ ആടിപ്പാടി പോകാനുള്ളൊരു അവസരമുണ്ട്. എല്ലാവർക്കും ഉണ്ട് അവസരം. ജോലി, പൈസ, അല്ലെങ്കിൽ നിങ്ങളെ ഇത് കറുത്തതാണോ വെളുത്തതാണോ, ഇതൊന്നും ഇതിന് മാനദണ്ഡമല്ല. ഇങ്ങനെയുള്ള എല്ലാ വ്യത്യാസങ്ങളെയും മാറ്റി നിർത്തി നിങ്ങൾക്ക് ആ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരാളെ നമ്മുടെ കൂടെ അല്ലെങ്കിൽ അയാളിലൊരു വ്യത്യാസമില്ലാതെ അയാളെ ഞാൻ കൺക്ലൂഡ് ചെയ്യാതെ ജഡ്ജ് ചെയ്യാതെ ഇരിക്കുന്നത് എന്നിൽ ലഗേജ് കൂട്ടാതിരിക്കാനാണ്. കാരണം ഞാനൊരാളെ ജഡ്ജ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു ട്രേസ് ഉണ്ട്. അത് ഈ ഒബ്ജക്റ്റിൻ്റെ ആ ബ്യൂട്ടിഫുൾ, ആ ഫ്രിക്ഷൻ ഇല്ലാത്ത മൂവ്മെൻറ്റിനെ ബാധിക്കും. അങ്ങനെ ബാധിച്ചാൽ മനുഷ്യൻ ചത്തുപോണത്. അപ്പോൾ ഇനിയെങ്കിലും ആർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു മെസ്സേജോ ഒന്നുമല്ല. അവനവനായിട്ടിരിക്കുന്ന അവസ്ഥ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തിനാണ് ഞാൻ ചുറ്റുപാടുള്ളതിനെ ഭയപ്പെടുന്നത്? എന്തിനാണ് ഞാൻ എൻ്റെ മതത്തെ ഭയപ്പെടുന്നത്? എന്തിനാണ് ഞാൻ എൻ്റെ ദൈവത്തെ ഭയപ്പെടുന്നത്? ഓക്കെ, ഞാൻ കുറേ പൊട്ടത്തരങ്ങൾ ചെയ്ത് സമൂഹം കൽപ്പിച്ച തിന്മ എന്ന് പറയുന്ന എല്ലാ വൃത്തികേടും ചെയ്ത്, പക്ഷേ ഇപ്പോഴും ഞാൻ ജീവനോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തിന് ഞാൻ ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇവരിട്ട് തന്ന ഈ അവസ്ഥയുടെ ഒരു ഇരയായിട്ട് മാറണം? ഇനിയുള്ളത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്നലെ ചെയ്ത മുഴുവൻ പ്രവൃത്തികളും തെറ്റായിക്കോട്ടെ, പക്ഷേ ഇന്ന് മുതൽ എനിക്ക് വേണ്ടി സത്യസന്ധമായിട്ട് ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് എന്നുള്ള ആ പവറിൽ നമുക്ക് ഇരിക്കാൻ സാധിച്ചാൽ there you are.